RSSനെ നിരോധിക്കുന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ച കർണാടകയിലെ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ ഇരുട്ടുമുറിയിലിരുന്ന് വട്ടം ചുറ്റിയിരുന്ന് ഡയലോഗ് അടിക്കുന്ന കുറേ മാധ്യമപ്രവർത്തകരുണ്ട്. അവർ കുറേ നാളുകൾക്ക് മുമ്പ് കർണാടകയിലെ ഒരു കോൺഗ്രസിന്റെ മന്ത്രിയെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്: കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ RSSനെ നിരോധിക്കുമെന്ന് പ്രിയങ്ക് ഖാർഗെ, അവിടുത്തെ ഒരു മന്ത്രിയാണ്. ഈ മന്ത്രി പറഞ്ഞ ഡയലോഗ് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവിടെ ഇരുട്ടുമുറിയിൽ ഇരുന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവരതിന് തലക്കെട്ട് കൊടുത്ത് ഇങ്ങനെയാണ്: RSSനോട് മുട്ടുന്ന കർണാടക കോൺഗ്രസ് എന്നുള്ള രീതിയിലാണ് തലക്കെട്ട് കൊടുത്തത്. അന്ന് ഇവരുടെ തലക്കെട്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം, മിക്കവാറും കർണാടകയിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കാൻ പോകുന്നില്ല. കാരണം ഇന്ന് നിലവിൽ ഇന്ത്യയിലെ സാഹചര്യത്തിൽ അത്രയും പവർഫുള്ളാണ് RSS എന്ന് പറയുന്ന സംവിധാനം. ഇപ്പോൾ ഇതാ കർണാടകയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷം. DK ശിവകുമാറിനെ പിന്തുണച്ച് BJP എന്നുള്ള രീതിയിലാണ് കർണാടകയിൽ നിന്നും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. DK ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി കഷ്ടപ്പെട്ടിട്ടാണ് അധികാരം പിടിച്ചപ്പം MLA പോയിട്ട് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി. 2.5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു DK ശിവകുമാർ. അവസാനം പുള്ളി പ്രതീക്ഷയും വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുള്ളി ഓരോ ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? RSSനെ നിരോധിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു മന്ത്രി ഇരുന്ന് ഡയലോഗ് അടിച്ചു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇരുട്ടുമുറിയിലിരുന്ന് 4-5 പേരിരുന്ന് അരമണിക്കൂർ ഇരുന്ന് അങ്ങ് ചർച്ച ചെയ്തു. അവർ സ്വയം അങ്ങ് രോമാഞ്ചം കൊണ്ടു. ഇപ്പം നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആ ഡയലോഗ് അടിച്ച മന്ത്രിക്ക് വരെ നാളെ മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കർണാടകയിൽ സംശയത്തിൽ. ഇതൊന്നുമല്ല കോമഡി. ഇതേ ഇരുട്ടുമുറിയിൽ ഈ വട്ടം ചുറ്റി ഇതേ ടീമിരുന്ന് ചില ഡയലോഗ് വേറെ അടിക്കുന്നേക്കാം. നരേന്ദ്രമോദി 5 വർഷം പൂർത്തിയാക്കില്ല, പ്രധാനമന്ത്രിയായിട്ട് അതിനു മുമ്പ് സർക്കാർ വീഴുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പ്രത്യേക രീതിയിൽ ഞാൻ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് 5 വർഷവും പ്രതിപക്ഷ നേതാവായി തന്നെ തുടരാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇടയ്ക്ക് മോദി കോൺഗ്രസ് പിളരും എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ എത്രയായിട്ട് പിളരും എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അതോടെ പേജ് കാണുന്നുള്ളൂ, ഫോളോ ചെയ്യുന്നവരും പരിഗണിക്കും.